ഹലോ, അങ്ങനെ പതിവ് പോലെ തന്നെ പെട്ടെന്നൊരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നൈറ്റ് വന്ന ഓർഡറാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ കൊടുക്കുകയും വേണം. അങ്ങനെ പോകുന്ന വഴി തന്നെ ചോക്ലേറ്റും വാങ്ങിച്ചിട്ട് നേരെ ഷോപ്പിലോട്ട് പോയി. അങ്ങനെ ഷോപ്പിലെത്തി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചോക്ലേറ്റും ഫ്ലവേഴ്സും വാങ്ങിച്ചു. എൻ്റെ ഈ ഫ്ലവേഴ്സും ചോക്ലേറ്റും സ്റ്റോക്കില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഇവിടെ വരെ വരേണ്ടി വന്നത്. അങ്ങനെ അത് വാങ്ങിച്ച് സെറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് തെർമോക്കോൾ ഇല്ല. പിന്നെ അവിടുന്ന് പിന്നെയും പോയി തെർമോക്കോൾ വാങ്ങിച്ചു. നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ തന്നെ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പം എല്ലാം കൂടി വാങ്ങിച്ച് വീട്ടിൽ പോയി സെറ്റ് ചെയ്ത് വരാനൊന്നും അത് പോസിബിൾ അല്ല. കസ്റ്റമർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വെപ്രാളം കയറിയ പണിയായി പോയി. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും ആൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നാലും ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാതെ എങ്ങനെയാ തോന്നുന്ന പോലെ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ കൊടുക്കുമ്പോൾ വൃത്തിയായിട്ട് കൊടുക്കണം. ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അറേഞ്ച് ചെയ്തതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ഒക്കെ കസ്റ്റമർ തന്നെ പറഞ്ഞതാണ് നമ്മൾ വെക്കുന്നത്. നമ്മുടെ കസ്റ്റമൈസ്ഡ് ആണ് ചെയ്യുന്നത്. സോ കസ്റ്റമർ പറഞ്ഞ റേറ്റിനും പറഞ്ഞ ചോക്ലേറ്റും തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ആക്കി. സാധാരണ ഇങ്ങനെ സ്പീഡിൽ വരുന്ന ഓർഡർ ഒന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ലെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇതെന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു. ആളുടെ അമ്മയുടെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അതിന് വേണ്ടി ഗിഫ്റ്റ് ചെയ്യാൻ ആള് പെട്ടെന്ന് തന്നെ ഒരു ഓർഡർ ആണ്. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഡബിൾ സൈഡ് ടേപ്പ് അങ്ങ് തീർന്നു പോയി. രാവിലെ തന്നെ പണിയാണ് ഗൈസ്. അങ്ങനെ പിന്നെ അവിടുന്ന് ടേപ്പൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളിത് സെറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാ. കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ്. അങ്ങനെ ആ ഒരു സ്പേസ് ഒഴിച്ചിടണമെന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. പുള്ളിക്കാരിക്ക് അവിടെ എന്തോ ഒരു ഗിഫ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് മേളിലെ ആനിവേഴ്സറി വെച്ചില്ല. പിന്നെ രണ്ടാമത് തിരിച്ച് പിന്നെയും പോയി അത് വെച്ചു. പക്ഷേ ജസ്റ്റ് ഫോർ യു ഉള്ളായിരുന്നു. അത് വെച്ചു. ഇനി ഇതൊന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കണം. ആള് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് ആൾക്ക് നമ്മൾ കൊണ്ട് കൊടുത്തു. അപ്പൊ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതും സെറ്റായി. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കുഞ്ഞാതേ ഉമ്മറപ്പടി നമ്മളെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ വരുന്ന വഴിക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ ഇട്ട് നല്ല കട്ടിപ്പണിയൊക്കെ ചെയ്ത് വന്നതല്ലേ. അപ്പം ജ്യൂസൊക്കെ കുടിച്ചൊന്ന് ചില്ലായി. ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോയപ്പോഴാണ് മിക്കി എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ പിന്നെ മിക്കി ഒന്ന് തട്ടി തലോടി. ഇവള് ഭയങ്കര അപകടകാരിയാണ്, കടിക്കും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പോയപ്പോഴാണ് ഇവിടെ ഒരു ചക്ക നിൽക്കുന്നുണ്ട്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ആ ചക്കയെ ചെന്നൊന്ന് തൊട്ടു. അപ്പോഴത്തെ കുഞ്ഞിറങ്ങി മറ്റൊന്ന് അതൊന്ന് വിറ്റ് കൊടുക്കാം. പിന്നെ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ അത് ഇങ്ങനെയാണ് ഞാൻ ചക്ക വെട്ടുന്നത്. കണ്ടുപഠിച്ചോളൂ. അറിയാത്തവരുണ്ട് കണ്ടുപഠിച്ചോളൂ. ഇങ്ങനെ വേണം വേട്ടാ. കുഞ്ഞു ചക്കയല്ലേ, സിമ്പിളാ. അങ്ങനെ ഈ ചക്ക കുഞ്ഞാണ്, ഇത്രയും വളരത്തോളം എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിക്കാനായിട്ടിരുന്നു. അപ്പൊ എനിക്ക് ബിരിയാണിക്ക് അതൊന്ന് ലെഗ് പീസ് കിട്ടി. ഈയിടെയായിട്ട് ഇങ്ങനെയാണ്. പപ്സിനകത്തൊന്ന് ഫുൾ മുട്ടയും, മന്തിക്കകത്തൊന്ന് ചെസ് പീസും, ഇപ്പൊ ലെഗ് പീസും. എന്താണെന്നറിയില്ല.